ഓക്കെ, എഴുതിക്കോ. ഇൻ ഫിഗർ, ഇതിനകത്ത് 16-ാമത്തെയാണ്. in figure find angle PRB, angle PBR and angle BPR. അപ്പം അതിന്റെ പടം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നെയിം A B P R. ഇതിന്റെ സെന്റർ ആണ്. ഇത് ശരിക്കും മാറിപ്പോയി. ഇതിന്റെ സെന്റർ ആണ് O. അതേപോലെ തന്നെ ഇത് Q തന്നിട്ടുണ്ട്. ഇത് Q, ഇത് 25 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ PRB എന്ന് പറയുമ്പോൾ PRB എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ഇതാണ് PRB. PBR എന്ന് പറയുമ്പോൾ PBR എന്ന് പറയുമ്പോഴത്തേക്കുന്നുണ്ട് ഈ ആംഗിൾ. അതേപോലെ തന്നെ BPR എന്ന് പറയുമ്പോഴത്തേക്കുന്നുണ്ട് ഈ ആംഗിൾ. ഈ 3 ആംഗിളാണ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഫിഗറിനകത്ത് PRB കണ്ടുപിടിക്കണം, PBR കണ്ടുപിടിക്കണം, BPR കണ്ടുപിടിക്കണം. അപ്പൊ അതില് നോക്കിക്കോളൂ, നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഇത് സെന്ററിൽ കൂടെ പോകുന്ന ഒരു ലൈൻ അല്ലേ, അതായത് ഇത് ഡയമീറ്റർ ആണ് അർത്ഥം. ഞാൻ വരച്ചപ്പോൾ ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും എന്താണ്, ഇത് ഡയമീറ്റർ ഒരു സൈഡ് വരുന്ന ഒരു ആംഗിളിനെ സെമി സർക്കിളാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതാണ്ട് ഈ ആംഗിൾ മൊത്തത്തിൽ 90 ആയിട്ട് എടുക്കാം. ഈ ആംഗിൾ മൊത്തത്തിൽ 90 ആയിട്ട് എടുക്കാം. ശരിയല്ലേ? ആംഗിൾ മൊത്തത്തിൽ 90 ആണ്. ഇവിടെ ഒന്ന് ഈ ആംഗിൾ മൊത്തം 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം എടുക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താണ്, അത് 90 ഡിഗ്രി ആണ് കിട്ടി. ഓക്കെ, അത് 90 ഡിഗ്രി ആണെങ്കിൽ ഒബ്വിയസ്ലി പിന്നെന്തായിരുന്നു, ഓക്കെ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് എത്രയായിരിക്കും, ഇത് 90 ഡിഗ്രി തന്നെയല്ലേ, കാരണം ഇത് ആംഗിളിന്റെ എന്താണ് ലീനിയർ പെയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് 90 ഇത് 25 കിട്ടുവാണെങ്കിൽ തന്നെ ഈ ആംഗിൾ എന്ത് കിട്ടും, ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 90 പ്ലസ് 25 9 2 11 115 180 മൈനസ് 90 അല്ല 90 100 100 110 115 180 165 കിട്ടും അല്ലേ? 65 കിട്ടും. ഓക്കെ, 65 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും ലീനിയർ പെയർ ആകുമ്പോൾ ഇത് 180 മൈനസ് 65 എന്ന് പറയുമ്പോൾ എത്ര, അത് 115 കിട്ടും. 115 120 180. ഓക്കെ, ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ആംഗിൾ 150, ഈ ആംഗിൾ 150 ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ആംഗിൾ. നിങ്ങൾ എഴുതാവുള്ള എഴുതിക്കോ, നോക്കിക്കോ. ആംഗിൾ APB എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്, ആംഗിളിന്റെ സെമി സർക്കിൾ ആണ്. ആംഗിൾ ഇൻ സെമി സർക്കിൾ ആണ് ആംഗിൾ ഇൻ സെമി സർക്കിൾ. ഇനി അതേപോലെ ആംഗിൾ APB പ്ലസ് ആംഗിൾ QPB എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതെന്താ ചോദിച്ചാൽ അത് ലീനിയർ പെയർ ആണോ? അതായത് ഈ രണ്ട് ആംഗിളൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ലീനിയർ പെയർ ആണ്. APB ഓൾറെഡി 90 ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. പ്ലസ് ആംഗിൾ QPB എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ ആംഗിൾ QPB ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 ഈസ് ഈക്വൽ ടു എന്ത് വരും, 90 വരും. ഇനി അടുത്തത് ഇൻ ട്രയാങ്കിൾ QPB, അതിനകത്ത് ആംഗിൾ P പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ആംഗിൾ സം പ്രോപ്പർട്ടി, ഇത് ലീനിയർ പെയർ ആണ്. ആംഗിൾ സം പ്രോപ്പർട്ടി, അപ്പൊ ആംഗിൾ P എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി, ആംഗിൾ B നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. ആംഗിൾ B, ആംഗിൾ Q 25 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ ഇത് 115 പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്നും അവിടുന്ന് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 മൈനസ് 115 എന്നും
ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 115 പോയാൽ ബാക്കി 65 ആയിരിക്കും കിട്ടുക. അപ്പൊ ആംഗിൾ ബി എന്താണ് 65 എന്ന് പറഞ്ഞാൽ ആംഗിൾ പി ബി ക്യൂ 65 ആണ് അർത്ഥം. അതായത് നമ്മളിപ്പം ഈ ട്രയാങ്കിൾ ആയിട്ട് എടുത്തുകൊണ്ടാണ് ഈ ബി മാത്രമായിട്ട് എടുത്തത്. പക്ഷെ മൊത്തം പറയുമ്പോൾ ആംഗിൾ പി ബി ക്യൂ ആണ്. അതേപോലെ നോക്കിയോ, ഇത് 65 ആണെങ്കിൽ അതിന്റെ ഇപ്പുറത്തുള്ളത് ഇത് ലീനിയർ പെയർ അല്ലേ, ടോട്ടൽ. അതായത് ഇതും ഇതും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പൊ നമുക്ക് ആംഗിൾ ഇങ്ങനെ ആംഗിൾ പി ബി ആർ പ്ലസ് ആംഗിൾ പി ബി ക്യൂ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിന്റെ റീസൺ ലീനിയർ പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ബി ആർ എന്ന് പറയുന്നത് 65 ആണ്. പി ബി ക്യൂ എന്ന് പറയുന്ന കാര്യത്തില്ല, പി ബി ക്യൂ ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി ബി ക്യൂ ഈസ് ഈക്വൽ ടു 180 മൈനസ് 65 ഈസ് ഈക്വൽ ടു 115. ഇത് 115. നമുക്ക് ഓർമ്മ കിട്ടി, ഈ 2 ആംഗിളിലൂടെ വേണം അല്ലേ. കണ്ടുപിടിക്കേണ്ട ആംഗിള് ഏതാ, അവിടെ കൊടുത്തിട്ടുണ്ടോ? ഓ ഓക്കെ ഓക്കെ. അപ്പൊ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുവേ. ഇത് 35 ഡിഗ്രി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് എന്തുമായിരിക്കും 35 ഡിഗ്രി. കാരണം എന്താ, ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആണ്. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ഇങ്ങനെ എടുക്കാം നമുക്ക്. ആംഗിൾ ബി എ പി ഈസ് ഈക്വൽ ടു 35 തന്നിട്ടുണ്ട്. therefore ആംഗിൾ ബി ആർ പി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ബി ആർ പി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും 35 ആണ്. അതിന്റെ റീസൺ എന്താ, ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ്. അപ്പം ഇനിയിപ്പം ഇത് 35 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആകെ ഈ ആംഗിൾ ആണ്. നോക്കി, ഇത് മൊത്തം ഈ ട്രയാങ്കിളിനകത്ത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഈ ട്രയാങ്കിളിനകത്ത് ഇപ്പൊ ഇത് 35 വന്നു, ഇത് 115 വന്നു. ഇതപ്പം എത്രയായിരിക്കും എന്ന് കണ്ടുപിടിച്ചാൽ അല്ലേ.
നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ ഇൻ ട്രയാങ്കിൾ ബി ആർ പി ഇൻ ട്രയാങ്കിൾ ബി ആർ പി ഇൻ ട്രയാങ്കിൾ ബി ആർ പി ആംഗിൾ ബി പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ പി ഈസിക്കൽ എത്രയാണ് 180. ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്ക് 115 ആണ്. ആംഗിൾ ആർ എന്ന് പറയുന്നത് 35 ആണ്. ആംഗിൾ പി കണ്ടുപിടിക്കണം ഈസിക്കൽ 180. 115 120 150 വരുന്നു. 150 പ്ലസ് ആംഗിൾ പി ഈസിക്കൽ 180. അവിടുന്ന് ആംഗിൾ പി ഈസിക്കൽ 180 മൈനസ് 150. ആംഗിൾ പി ഈസിക്കൽ എത്രയാണ്? 30. ആംഗിൾ പി 30 കിട്ടി. ആംഗിൾ പി എന്ന് പറയുമ്പോൾ എന്താ? അവർ ചോദിച്ചിരിക്കുന്ന ആംഗിൾ എടുത്ത് എഴുതണം. പി നടുക്ക് വരുന്ന ആംഗിൾ ഏതാ? ബി പി ആർ ആണ്. അപ്പം ആംഗിൾ ബി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. ഇവിടെ ഈ ആംഗിൾ അവർ തന്നിട്ടുണ്ടായിരുന്നേ. ഞാനത് ശ്രദ്ധിച്ചില്ല, അതാണ്. ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ. മനസ്സിലാകാഴിയുണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്നാട്ടെ. സർ, ട്രയാങ്കിൾ എ ക്യൂ ബി എടുക്കാൻ പറ്റത്തില്ലേ? എ ക്യൂ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കാൻ പറ്റത്തില്ലേ? അല്ല, അപ്പം ആംഗിൾ ബി 120 അല്ലേ കിട്ടുന്നത്? അല്ല, ആംഗിൾ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ബി എന്ന് പറയുമ്പോൾ ഇത്രയും വരും. അതെന്തിനാ എടുക്കുന്നത്? നമുക്ക് വേണ്ട ഏതൊക്കെ ആംഗിളാണ്? നമുക്ക് വേണ്ടത് ഈ ആംഗിൾ വേണം. ഇപ്പൊ ഞാൻ നീലയും കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഈ ആംഗിള്, അതേപോലെ തന്നെ ഈ ആംഗിള്, അതേപോലെ തന്നെ ഈ ആംഗിൾ. ഇത്ര ആംഗിളാണ് വേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആ ആംഗിൾ മറ്റേ ആ ട്രയാങ്കിൾ എടുക്കേണ്ട ആവശ്യമില്ല. ആ ട്രയാങ്കിൾ എടുത്തിട്ട് എന്താ ഗുണം? ആ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇത്രയാണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടതിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പല രീതി ചെയ്യാം, ചിലപ്പോൾ അങ്ങനെ ചെയ്താലും കിട്ടുമായിരിക്കും. പക്ഷെ ഇത് എളുപ്പമുള്ള രീതി. അപ്പം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. എഴുതിയില്ലെങ്കിൽ എന്നോട് പറയാം. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാണ്. അതിന്റെ 17ാമത്തേത്. എ ബി സി ഡി ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. If y is equal to 3x, find x. അപ്പൊ അതിന്റെ സർക്കിൾ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇത് നേരെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട്, അതേപോലെ തന്നെ ഇതിവിടെ ഇങ്ങോട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇത് ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കുന്നത്. നെയിം കൊടുക്കുന്ന സമയത്ത് ഇത് എ ആണ് ഈ പോയിന്റ്, ഇത് ബി ആണ് ഈ പോയിന്റ്, ഇത് സി ആണ്, ഇത് ഡി ആണ്, ഇത് ഇ ആണ്. മുകളിലത്തെ ഒന്നും തന്നിട്ടില്ല. ഇവിടെ y എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇത് x എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് 40 എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണ് കണ്ടുപിടിക്കേണ്ടത്. ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? നോക്കിയോ, ഇൻ ട്രയാങ്കിൾ BCE ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ആണല്ലോ. അല്ലെങ്കിൽ വേണ്ട, അത് എടുക്കണ്ട, അത് വിട്ടേരെ. നമുക്ക് വേറൊരു ഇതില്ല. ഈ 40 പ്ലസ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ കിട്ടത്തില്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. അതായത് ഇതൊരു ട്രയാംഗിൾ ആണ്. ഈ ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് വേണ്ടത്. അതിന് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടും? എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടത്തില്ലേ? അപ്പൊ നമുക്കിപ്പോ കിട്ടുന്നത് എന്താണെന്നറിയാമോ? ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു
നമുക്ക് ഇങ്ങനെ എഴുതാം 40 പ്ലസ് എക്സ് എന്ന് എഴുതാം. അതെങ്ങനെയാ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ആണോ? ശരിയല്ലേ? അപ്പം ഇത് നമുക്ക് എത്ര കിട്ടുന്നത്? ഈ ആംഗിൾ എത്ര കിട്ടി? ഈ ആംഗിൾ 40 പ്ലസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി നോക്കിയേ, ഈ ആംഗിൾ 40 ആണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ആംഗിൾ എന്ത് വരും? ലീനിയർ പെയർ അനുസരിച്ച് ഇത് 180 മൈനസ് 40 അല്ലേ, 120 അല്ലേ വരുന്നത്? ഇത് 120 വരുവാണെങ്കിൽ ഇതെന്ത് വരും? ഇത് 60 അല്ലേ വരുന്നത്? കാരണം എന്താ? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. നോക്കിയോ, ഇത് നോക്കിയോ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് കണ്ടോ, ഇങ്ങനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾ കൂടുമ്പോൾ എത്ര വരും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താ? ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇതാണ് എഴുതാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കോളൂ, ആദ്യം എഴുതാൻ പോകുന്നത് ആംഗിൾ EBC പ്ലസ് ആംഗിൾ CBA ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ലീനിയർ പെയർ. അവിടുന്ന് EBC എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 40 ആണ്, പ്ലസ് ആംഗിൾ CBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി. അവിടുന്ന് CBA ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 140 കിട്ടും അല്ലെ? 180 മൈനസ് 40 അല്ലേ? 40 അല്ലായിരുന്നു? ഓക്കെ, അപ്പൊ 140 ആണ് കിട്ടുന്നത്. 120 അല്ല, 140. അപ്പം ഈ ആംഗിൾ നമുക്ക് ഇപ്പൊ എത്ര കിട്ടി? ഈ ആംഗിൾ നമുക്ക് 140 കിട്ടി. ഓക്കെ ആണല്ലോ? ഒബ്വിയസ്ലി ഇത് 140 ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 140 ആയിരിക്കും. ശരിയല്ലേ? എന്താ? നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ ABC പ്ലസ് ആംഗിൾ ADC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ? ഓപ്പോസിറ്റ് ആംഗിൾ ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമുക്ക് ആംഗിൾ ABC എന്ന് പറയുന്നത് നമുക്ക് 140 ആണ്. 140 പ്ലസ് ആംഗിൾ ADC എന്ന് പറയുന്നത് 180 ആണ്. അവിടുന്ന് ആംഗിൾ ADC ഈസ് ഈക്വൽ ടു 180 മൈനസ് 140. അവിടുന്ന് ആംഗിൾ ADC ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടുന്നു. അപ്പൊ ഇതിപ്പോ 40. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്, ഇല്ലയോ? ശരിയല്ലേ? എക്സ് അല്ലേ? ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോയി. ട്രയാങ്കിളിന്റെ ഇതിന് നമുക്ക് വേണമെങ്കിൽ ABCDEF എന്ന് കൊടുക്കാം. ഇതിന് ഈ പോയിന്റ് F എന്ന് കൊടുക്കാം. ഞാൻ എന്നിട്ട് ആ ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ FDC എടുക്കാൻ പോവാം. ഇൻ ട്രയാങ്കിൾ FDC എടുക്കുവാണെങ്കിൽ ആംഗിൾ F പ്ലസ് ആംഗിൾ D പ്ലസ് ആംഗിൾ C ഈക്വൽ എത്രയാ? 180 ഡിഗ്രി അല്ലേ? എന്ത് പ്രോപ്പർട്ടിയാ? ആംഗിൾ സം പ്രോപ്പർട്ടി ആണോ? ആണ്. ആംഗിൾ F എത്രയാ? Y എന്നാ തന്നിരിക്കുന്നത് അല്ലേ? പ്ലസ് ആംഗിൾ D എത്രയാ? 40 ആണ്. ആംഗിൾ C എത്രയാ? 40 പ്ലസ് എക്സ് ആണ്. ഈക്വൽ എത്രയാ? 180 ഡിഗ്രി. നമ്മൾ എക്സും വൈ തമ്മിലുള്ള റിലേഷൻ അവിടെ തന്നിട്ടുണ്ട്. എക്സ് എന്താന്നാ പറയുക? വൈ എന്താന്നാ? y 3x ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ yക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 3x എന്ന് കൊടുക്കാം. പ്ലസ് 40 പ്ലസ് എക്സ് ഈക്വൽ എത്രയാ? 180. അങ്ങനെയാണെങ്കിൽ 4x പ്ലസ് 80 ഈസ് ഈക്വൽ ടു 180 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4x ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 എന്ന് വരുന്നു. 4x ഈസ് ഈക്വൽ ടു 100 എന്ന് വരുന്നു. അവിടെ നിന്ന് x ഈസ് ഈക്വൽ ടു 100 by 4 which will be equal to എത്രയാണ്? 25. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഇല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പോവാണ്. എഴുതി കഴിഞ്ഞെങ്കിൽ പറയണം, എഴുതി കഴിഞ്ഞില്ലെങ്കിലും പറയണം കേട്ടോ. ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. സന, നിരഞ്ജൻ,
ദേവനാരായൺ, ആരോൺ, യെസ് സർ. നിരഞ്ജൻ, ആരോൺ. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് അതിനകത്ത് 18ാമത്തെ ഓക്കെ 18ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യാം. ഞാൻ ഹോംവർക്ക് തന്നില്ലല്ലോ 18ാമത്തെ ക്വസ്റ്റ്യൻ. അത് ഹോംവർക്ക് ആയിരുന്നു. ഓക്കെ, എന്നാ പിന്നെ അത് അതങ്ങ് ചെയ്യാം. കിട്ടിയില്ല. ഓക്കെ, എഴുതിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 18ാമത്തേത്. ഇൻ ഫിഗർ ഫൈൻഡ് ആംഗിൾ CEB ആൻഡ് ആംഗിൾ ADB where E is the point of intersection of AC and BD. Find the angle CEB and angle ADB. E is the point of intersection of angle AC and BD. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു എന്താണ് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. 13.38 അല്ലയോ? ഓക്കെ, ഇങ്ങനെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് ഇങ്ങനെ 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 എന്നിട്ട് ഇതിങ്ങനെ ഒരു കട്ട്, അതേപോലെ തന്നെ ഇതിങ്ങനെ ഒരു കട്ട്. ഇത് D, ഇത് C, ഇത് B, ഇത് D, ഇത് A, അപ്പൊ ഇത് 35 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 57 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 49 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CEB എന്ന് പറയുമ്പോൾ C ഇതാണ് CEB ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ADB ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, പറയാം, നോക്കിക്കോളൂ. അതായത് നമുക്ക് ഓൾറെഡി അറിയാം ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് വേണം നമുക്ക് ഇവിടെ എടുക്കാം. നോക്കിക്കോ, ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളും, ഈ രണ്ട് ട്രയാങ്കിൾ ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കോ, ഇത് 35 ആണെങ്കിൽ ഇത് 35 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇത് എന്ത് തന്നെയായിരിക്കും, ഇതും 35 തന്നെയായിരിക്കും. ആണോ? അപ്പൊ നമുക്ക് അത് ആദ്യം എഴുതാം. ആംഗിൾ BDC is equal to 35. Therefore എന്താ, ആംഗിൾ BAC is equal to എന്താണ് 35. ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ്. അപ്പൊ അത് കിട്ടി. അതല്ല നമുക്ക് വേണ്ടത്. ഇനിയും അതേപോലെ തന്നെ ഇത് 57 ആണെങ്കിൽ, അതായത് ഈ ട്രയാങ്കിൾ നോക്കിയോ, ഇനി നിങ്ങൾ ഇത് നോക്കുവാണെങ്കിൽ ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളും സെയിം സെഗ്മെന്റ് അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും അതേപോലെ തന്നെ ഇവിടത്തെ ഈ ആംഗിളും എന്താണ്, ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് അല്ലേ? അപ്പൊ ഇത് 57 ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും, 57. അപ്പൊ ഇങ്ങനെ എഴുതുക, ആംഗിൾ BAC is equal to 55 ആണെങ്കിൽ therefore ആംഗിൾ BAC ആണ്, BAC അല്ല DAC 55 ആണെങ്കിൽ ആംഗിൾ DBC എത്ര തന്നെയായിരിക്കും? അല്ല 57 57 ആണെങ്കിൽ DBC എന്തായിരിക്കും? 57. എന്താ റീസൺ? എന്താ? ആംഗിൾ ഇൻ എന്താണ്, സെയിം സെഗ്മെന്റ്. ആണോ? ആണല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് 57 കിട്ടി. അതേപോലെ തന്നെ ഇത് 35. നമുക്ക് വേണ്ടത് ഏതാ? നമുക്ക് വേണ്ടത് ഈ ആംഗിളാ വേണ്ടത്, അല്ലയോ? അപ്പൊ നോക്കാം നമുക്ക്. ഇത് 35ഉം ഇത് 49 ആണെങ്കിൽ ഇത് എന്ത് വരും? ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് എന്ത് വരും? വേറെ എന്തെങ്കിലും എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതങ്ങ് ചെയ്താൽ മതി. നോക്കിയോ, ഇത് നോക്കി,
ആംഗിൾ ഡി എ ബിയിൽ ഞാൻ ആംഗിൾ സം പ്രോപ്പർട്ടി ഒന്ന് ചെയ്തോട്ടെ. അതായത് ആംഗിൾ ഇൻ ട്രയാംഗിൾ ഡി എ ബിയിൽ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ചെയ്ത് കഴിഞ്ഞാൽ 180 അല്ലേ കിട്ടുക? ഏത് ട്രയാംഗിൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്? ഈ ട്രയാംഗിൾ എടുക്കാൻ പോകുന്നത്. ഈ ട്രയാംഗിൾ നോക്കിക്കോണം. ഈ ട്രയാംഗിൾ നമ്മൾ എടുക്കാം. ഓക്കെ, ഈ ട്രയാംഗിൾ ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതി ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ എത്ര? ആംഗിൾ ഡി അറിയാമോ? ഇല്ല. ആംഗിൾ ഡി അതുപോലെ തന്നെ ഇട്ടു. ആംഗിൾ എ നമുക്കറിയാം. ആംഗിൾ എ എന്ന് പറയുമ്പോൾ എത്ര? 57 35 കൂടെ കൂട്ടുന്നയാ 57 പ്ലസ് എത്രയാ 35 പ്ലസ് ആംഗിൾ ബി എത്രയാ 49 ഈക്വൽ എത്രയാ 180. അപ്പൊ ആംഗിൾ ഡി പ്ലസ് ഇത് കൂട്ടുമ്പോൾ 50 30 80 80 40 120 129 133 134 134 140 141 വരും. ഈക്വൽ എത്ര 180. അവിടുന്ന് ആംഗിൾ ഡി ഈക്വൽ ടു 180 മൈനസ് 141. അവിടുന്ന് ആംഗിൾ ഡി ഈക്വൽ എത്ര 13 ആംഗിൾ. അപ്പൊ ഇത് 13 ആണ്. ഇത് 13 ആണ് എന്നാണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും? ശരിയല്ലേ? ഓക്കെ, അപ്പൊ അത് 13 അത് എന്തുകൊണ്ടാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് 39 ആണെങ്കിൽ ആംഗിൾ എ സി ബിയും എന്ത് തന്നെയായിരിക്കും? 39 ആയിരിക്കും. എന്താണ്? ആംഗിൾ സെയിം സെഗ്മെന്റ്. ആംഗിൾ സെയിം സെഗ്മെന്റ് ആണോ? അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇനി നമുക്ക് ഈ ട്രയാംഗിളും ആഡ് ചെയ്തിട്ട് ഈ ട്രയാംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് ചെയ്താൽ പോരെ? ഈ ട്രയാംഗിളിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി എടുത്താൽ പോരെ? ഈ ട്രയാംഗിളിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് നോക്കിയോ, ഇൻ ട്രയാംഗിൾ എന്താ ഇ ബി സി ആംഗിൾ ഇ പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അവിടുത്തെ ആംഗിൾ ഇ നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്. ആംഗിൾ സി 39 ആണ്. ആംഗിൾ ബി എന്ന് പറയുന്നത് 57 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ 180 കിട്ടും. ആംഗിൾ ഇ പ്ലസ് 50 30 80 89 89 95 96 96 ഈസ് ഈക്വൽ ടു 180. അവിടുന്ന് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു 180 മൈനസ് 96 ആണ്. അപ്പോൾ ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 150 90 പോയാൽ 90 90 4 കൂടെ പോയി കഴിഞ്ഞാൽ 84 ആവും. അപ്പോൾ 84 ആയിരിക്കും. അപ്പോൾ ഇത് 84 ആയിരിക്കും. അപ്പൊ എടുത്ത് എഴുതാം. എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ആംഗിൾ സി ഇ ബി അത് നമ്മൾ കണ്ടുപിടിച്ചു നോക്കിയോ. ആംഗിൾ സി ഇ ബി എന്ന് പറഞ്ഞാൽ 84 ആണ്. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ഡി ബി ആയിരുന്നു. എ ഡി ബി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് 13 ആണ് അല്ലേ? ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ഏതാണെന്ന് അറിയാമോ? 19ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്തോ? അല്ല, പാരലാന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അതും ചെയ്തതല്ല, എല്ലാം ചെയ്തു തരേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഹോംവർക്ക് ഒന്നും ചെയ്യത്തില്ല. ഇത് ഓക്കെ ആണോ? സന എഴുതിയോ? സന, നിരഞ്ജൻ, ആരോൺ, ദേവനാരായൺ, എഴുതി. യെസ് സർ. സന ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, എഴുതിയെടുത്തോളൂ. ഇൻ ഫിഗർ 19ാമത്തെയാണ്. ഇൻ ഫിഗർ calculate angle PQD and angle PAD. Hence prove that AD parallel to BC. അപ്പൊ അതിന്റെ ഫിഗർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നോക്കിക്കോളൂ. ഇതൊരു സർക്കിള്, അതേപോലെ വേറൊരു സർക്കിൾ അതിനിങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വലിയ സർക്കിളാണ്. വലിയ സർക്കിള് ഇങ്ങനെ തന്നിരിക്കുകയാണ്. എന്നിട്ട് അത് ഇങ്ങനെ ഒരു ഇത് കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നു, ഇങ്ങനെ അതേപോലെ തന്നെ ഇതും ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇവിടെയും ഈ ജോയിന്റ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഈ ജോയിന്റ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. നെയിം കൊടുക്കാം. നെയിം കൊടുക്കുമ്പോൾ എ ഡി പി ക്യൂ
ബി സി. അപ്പൊ ഇത് 80 തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ആംഗിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതും ഇതും പാരലാന്ന് പ്രൂവ് ചെയ്യണം. ഇതും പാരലാന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ഒറ്റ കാര്യം പ്രൂവ് ചെയ്താൽ എന്താണെന്നറിയോ? എന്താ? ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി, ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്താൽ മതി. കാരണം എന്താണെന്നറിയോ? നമ്മള് പാരലൽ ലൈൻസ് പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട്. പാരലൽ ലൈൻസിൽ ഒരു ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഈ ആംഗിളും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്, അത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, പക്ഷെ അത് രണ്ടും ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ആംഗിളും കോ ഇന്റീരിയർ ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. അതേപോലെ ഈ ആംഗിൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇത് രണ്ടും പാരലൽ ലൈൻ ആണെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സ് ആണ്. അപ്പം ഇത് ഒരു ഇന്റീരിയർ പോയി കണ്ടോ, ഇവിടത്തെ പോലെ ഉള്ളൂ, ഇവിടത്തെ കണ്ടോ, ഇത് രണ്ടും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടെണ്ണം പാരലൽ ആണ്. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണ്. പക്ഷെ കറസ്പോണ്ടിങ്ങിന് വേണ്ടി അതിന് ഇങ്ങോട്ടേക്ക് ഇതുമായിരുന്നു കറസ്പോണ്ടിങ്, പക്ഷെ അതില്ല, ഇങ്ങോട്ടില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മാത്രം തിയറി വെച്ചിട്ട് പ്രൂവ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം ആ ആംഗിൾ എല്ലാം കണ്ടുപിടിക്കുക. ഏതാ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം, നോക്കിയോ, ഇത് 80 ആണെങ്കിൽ നോക്കിയോ, ഇതൊരു സർക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് എത്ര വരും? 100 വരും. ശരിയല്ലേ? ആണോ? ആണ്. അപ്പം ഞാൻ അത് ഒന്ന് എഴുതാൻ പോവാണ്. നോക്കിയോളൂ. PQCB is cyclic quadrilateral. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് 180 ആയിരിക്കും. 80 പ്ലസ് ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 180 ആയിരിക്കും. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 180 മൈനസ് എന്താണ്? 80 ആണ്. അപ്പോൾ ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു 100. ആംഗിൾ ക്യൂ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്തപ്പോഴാണ്? ആംഗിൾ ക്യൂ എന്ന് പറയുമ്പോൾ ഈ സൈഡിലുള്ള ക്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം PQCB ആണ് എടുത്തിരിക്കുന്നത്. ആംഗിൾ ക്യൂ എന്ന് പറയുമ്പോൾ ഇതുമുണ്ട്, അപ്പുറത്തെ സൈഡിലും ഉണ്ട്. പക്ഷെ നമ്മൾ ആ ക്വാഡ്രിലാറ്ററൽ എടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് മാത്രമായിട്ട് എടുത്തത്. അല്ലെങ്കിൽ എങ്ങനെ എടുക്കണമായിരുന്നു? ആംഗിൾ PBC പ്ലസ് ആംഗിൾ PQC എടുക്കണമായിരുന്നു. അങ്ങനെയാണ് റിയൽ ആയിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്താലും മതി. അപ്പൊ ഇത് നമുക്ക് 100 കിട്ടി. ഓക്കെ ആണോ? ഇനി ഇതേപോലെ തന്നെ നോക്കിയേ, ഇത് 100 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ലീനിയർ പെയർ ആണ് അല്ലേ? അപ്പൊ ഇത് എത്ര ആയിരിക്കും? ഇത് 80 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ DQP പ്ലസ് ആംഗിൾ PQC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. റീസൺ ലീനിയർ പെയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ DQP പ്ലസ് 100 ഈസ് ഈക്വൽ ടു 180 എന്നും അവിടുന്ന് ആംഗിൾ DQP ഈസ് ഈക്വൽ ടു നമുക്ക് എന്താന്ന് കിട്ടുന്നു? 80 എന്നും കിട്ടുന്നു. അത് 80 എന്ന് കിട്ടും. അപ്പൊ ഇത് 80 ആണെങ്കിൽ നോക്കിയേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഇത് 80 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 100 ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അതും നമ്മൾ എടുത്ത് എഴുതാൻ പോവാണ്. ADQP is also a cyclic quadrilateral. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ Q ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ആംഗിൾ A പ്ലസ് 80 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ആംഗിൾ A ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി ആണ്. ശരിയല്ലേ? അപ്പം ഈ രണ്ട് ലൈൻ പാരലും ഇതിനെ ട്രാൻസ്വേഴ്സലും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം അതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ അല്ലേ? കോ ഇന്റീരിയർ ആംഗിൾ കൂട്ടിയപ്പോ ഇപ്പൊ എത്ര വന്നു? 180. നമുക്ക് ഏതൊക്കെ ആംഗിൾ ആയിരുന്നു കണ്ടുപിടിക്കണ്ടേ? ഏതാ? PQD കണ്ടുപിടിച്ചില്ലേ? എന്താ? അതായത് DQP എന്നാ കണ്ടുപിടിച്ചത്. നേരെ തിരിച്ച് PQD ആണ്. അതും കണ്ടുപിടിച്ചു 80. പിന്നെ ഏതാ?
പി എ ഡി കണ്ടുപിടിച്ചത് ഡി എ ആണ്. അതായത് therefore എന്താണ് ആംഗിൾ പി എ ഡി എന്ന് പറയുമ്പോൾ എത്ര 100 ആണ്. ഇനി നമുക്ക് ഇങ്ങനെ എഴുതണം, അതായത് ആസ് പി എ ഡി പ്ലസ് ആംഗിൾ PAD plus angle PBC. Angle PBC is equal to 180 degree. ഏതൊക്കെയായിരുന്നു പാരലൽ? AD and BC are parallel. AD and BC are parallel because co-interior sum of co-interior angle will be 180 because sum of co-interior angle between parallel lines and transversal is 180 നമുക്കത് കിട്ടി. കോഇന്റിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ ഇത് പോകുന്ന ട്രാൻസ്വേഴ്സൽ ഈ ആംഗിളും ആണ് കോഇന്റിയർ ആംഗിൾ. ഈ ആംഗിൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. അത് നമുക്ക് കിട്ടി. അതുകൊണ്ട് അത് രണ്ടും പാരലലായി. മനസ്സിലായി? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. എഴുതി കഴിഞ്ഞെങ്കിൽ 20ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ in figure prove that angle PDB is equal to angle PAC. അപ്പം ഫിഗർ ഇതാണ്, ഇങ്ങനെ വരുന്നു. ഒരു ട്രയാങ്കിൾ തന്നെ ഇങ്ങനെ വരുന്നു. ട്രയാങ്കിൾ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ ഒരു ലൈൻ തന്നെ ഇങ്ങനെ പോകുന്നു. എന്നിട്ട് ഈ ലൈൻ നേരെ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ലൈൻ തന്നെ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നു. എന്നിട്ട് അത്രേ ഉള്ളൂ. നെയിം കൊടുക്കാം. നെയിം കൊടുക്കുമ്പോൾ ഇത് പി എ, ഇത് ഡി എ, ഇത് സി എ, ഇത് എ, ഇത് ബി എ, നമ്മൾ പ്രൂവ് ചെയ്യേണ്ട പി ഡി ബി എന്ന് പറയുന്നത് എന്താ? പി ഡി ബി നോക്കിയേ. പി ഡി ബി എന്ന് പറയുന്നത് ഡി ആംഗിൾ അല്ലേ? പി ഡി ബിയും അതേപോലെ തന്നെ വേറെ ഏതാ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പി എ സി എന്ന് പറയുന്നത്. ഈ രണ്ട് ആംഗിൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ശരിയല്ലേ? അത് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ആംഗിൾ സി ഡി ബി ഈക്വൽ ടു ആംഗിൾ സി എ ബി ആണ്. ഈക്വൽ ടു അതിന് എക്സ് എന്ന് കൊടുക്കാം. നോക്കിയേ ഏതൊക്കെ ആംഗിളാന്ന് നോക്കിയേ. ഈ ആംഗിളും സെയിം ആണ്. കാരണം എന്താ? ഈ ആംഗിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ട്രയാംഗിളിൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ആംഗിളിൻ സെയിം സെഗ്മെന്റ് നമുക്ക് എന്താ സെയിം ആണ്. ശരിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് സി ആണെങ്കിൽ ഇതെന്ത് വരും മക്കളെ? ഇത് എക്സ് ആണെങ്കിൽ ഇതെന്ത് വരും? ഈ ആംഗിൾ എന്ത് വരും? ലീനിയർ പെയർ വെച്ചിട്ട് ഇത് 180 മൈനസ് എക്സ് വരത്തില്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്ത് തന്നെ വരും? ഇത് 180 മൈനസ് എക്സ് വന്നില്ലേ? അപ്പോൾ ആ രണ്ട് ആംഗിൾ സെയിം വന്നില്ലേ? പ്രൂവ് ആയില്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ ഇത് എഴുതണം. ഇത് എന്താണെന്ന് ചോദിച്ചാൽ റീസൺ ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എഴുതാം എന്താ? ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ പി ഡി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എഴുതേണ്ടത് ലീനിയർ പെയർ. അവിടുന്ന് ആംഗിൾ പി ഡി ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. അതേപോലെ തന്നെ
അപ്പുറത്തെ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ പി എ സി ഈസിക്കൽ ടു 180 ഡിഗ്രി. അതും ലീനിയർ പെയർ ആണ്. അവിടെ നിന്ന് ആംഗിൾ പി എ സി ഈസിക്കൽ ടു എന്താണ് 180 മൈനസ് എക്സ്. അപ്പൊ നമുക്ക് പി ഡി ബിയും ആംഗിൾ പി ഡി ബി therefore ആംഗിൾ പി ഡി ബി ഈസിക്കൽ ടു എന്താണ് ആംഗിൾ പി എ സി ആണ്. ഏതാ? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ഫിഗർ, അതായത് 22ാമത്തെയാണ്. ഇൻ ഫിഗർ പി ആൻഡ് ക്യൂ ആർ ദ centers of two circles intersecting at B and C. ACD is a straight. Calculate the numerical value of x. അതിന്റെ ഫിഗർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സർക്കിൾ തന്നെ ഇങ്ങനെ, അവിടെ സർക്കിൾ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ആയിരിക്കണം. ആ സർക്കിൾ ഇച്ചിരി വലുതാണ്. എന്നിട്ട് എൻ്റെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഞാൻ ഇങ്ങനെ, അതായത് ഓക്കെ, അത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയുന്നത് ACD ആണ്. ACD ആണ്. പിന്നെ രണ്ടിന്റെയും സെന്റർ വേണ്ട ഇവിടെ ഇങ്ങനെ, രണ്ടിന്റെയും സെന്റർ വേണ്ട ഇതാണ്. അവർ പറയുന്നത് പി, ഇതിന്റെ സെന്റർ പി ആണ്. അതേപോലെ ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ക്യൂ ആണ്. എന്നിട്ട് അവർ പടം വരച്ചിരിക്കുന്നത് എയിൽ നിന്ന് പിയിലോട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് പിയിൽ നിന്നും ഇവിടെ ബിയിലോട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് വീണ്ടും ക്യൂയിലോട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്ന് പി എ ഇത് എന്നാണ് പടം വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് അവർ 130 തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് അവർ എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. കണ്ടുപിടിക്കാൻ ഒരുപാടുമില്ല. വേണ്ട, ഇത് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ഇത് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുവാണെങ്കിൽ നോക്കിയേ, ആംഗിൾ subtended by this arc at the center will be twice the angle subtended by same arc on any remaining point. എന്ന് പറയുന്നത് ഇത്രയും എന്തായിട്ട് മാറി? ഇതിന്റെ പകുതി 65 ആയിട്ട് മാറി. ഇത് 65 ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറി? ഇത് 115 ആയിട്ട് മാറി. ലീനിയർ പെയർ വെച്ചിട്ട് അല്ലയോ? അപ്പം ആംഗിൾ subtended by an arc at the center, അപ്പം ഈ ആർക്ക് സെന്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത്. ആ ആർക്ക് തന്നെ വേറൊരു പോയിന്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത്. അപ്പൊ 115 230 ആയിരിക്കും ഇത്. ഇത് 230 ആണെങ്കിൽ മറ്റേ മൊത്തം 360 ആണ് സർക്കിളിന്. അപ്പം 360 നിന്ന് എന്താണ് 230 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 130. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് ഇതാണ് കൺസെപ്റ്റ്. അത് എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതേണ്ടി വരും. നോക്കിക്കോളൂ, ജോയിൻ ബി സി ആദ്യം അതാ ചെയ്യേണ്ടത്. എന്നിട്ട് എഴുതണം angle APB is equal to 130. Therefore, angle ACB is equal to 65. അതിന്റെ റീസൺ എന്താ? ആംഗിൾ അത് എഴുതണം. ആംഗിൾ subtended by an arc. അതാണ് റീസൺ. തൽക്കാലം അത്ര എഴുതിയാൽ മതി. പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതിയാൽ ആംഗിൾ subtended by an arc at the center. അതാണ്.
ഇനി നമുക്കറിയാം ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് 180 കിട്ടണം. ലീനിയർ പെയർ ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എ സി ബി 65 കിട്ടി. പ്ലസ് ആംഗിൾ ബി സി ഡി എന്ന് പറയുമ്പോൾ നമുക്ക് 180. ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് 65 എന്ന് നമുക്ക് 115 വരും. ഇത് നമുക്ക് 115 വന്നു. ഓക്കെ ആണല്ലോ. വീണ്ടും ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 115. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ ബി ക്യു ഡി എന്ന് പറയുന്നത് എന്താ? 230 ആയിരിക്കും. അതിന്റെ റീസൺ എന്താ? ആംഗിൾ സബ്റ്റൻഡഡ് ബൈ നാർമൽ സെന്റർ ആണ്. അപ്പൊ നമുക്കറിയാം റിഫ്ലക്സ് ആംഗിൾ ബി ക്യു ഡി പ്ലസ് ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ആംഗിളിനെ എന്താണ്? കംപ്ലീറ്റ് സർക്കിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിപ്പോ 230 കിട്ടി. പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 360. അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു 360 മൈനസ് 230 വരുന്നു. അങ്ങനെയാണെങ്കിൽ 130. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇന്ന് എത്ര ക്വസ്റ്റ്യൻ ജയിക്കുന്നു അത്രയും ക്വസ്റ്റ്യൻ ജയിക്കുള്ളൂ. അടുത്ത ചാപ്റ്റർ എടുക്കുന്നതാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് അയച്ചു തരാം. അത് കാണുക. അപ്പൊ നമ്മളിപ്പം 22 ചെയ്തത് അല്ലേ? 23 ഹോംവർക്ക്, 24 ഹോംവർക്ക്, 25 ഞാൻ ചെയ്യാം. 24 ഹോംവർക്ക്, 29, 30 ഹോംവർക്ക്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മോഡൽ. നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് 25, 26, 27 ആണ് ചെയ്യാൻ. ഓക്കെ, എഴുതിക്കോ. ഇൻ ഫിഗർ BD is the side of regular hexagon. DC is a side of a regular pentagon. And AD is the diameter. Calculate. Angle ADC, angle BDA, angle ABC, and angle AEC. ഹോംവർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി ഹോംവർക്ക് ഓൾറെഡി ഞാൻ അതിനകത്ത് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെക്കുക. എന്നിട്ട് അത് ചെയ്ത് അയക്കുക. ഓക്കെ, അപ്പൊ നോക്കിയോ, ഇവിടെ ഫിഗർ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനൊരു ട്രയാങ്കിൾ, എന്നിട്ട് ഇവിടെ ഇങ്ങനൊരു പടം, അത് ഇങ്ങനൊരു ലൈന്, അതേപോലെ തന്നെ ഇവിടെ 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 ഇങ്ങനെ ലൈൻ, എന്നിട്ട് എന്നിട്ട് അവരിത് പറയുന്നത് ഡയമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ സെന്റർ തന്നെ കാര്യം നെയിം കൊടുത്തിട്ടുണ്ട്. ഇത് എ, ഇത് എ,
ഇത് ബി, ഇത് ഡി, ഇത് സി, ഇത് ഡി. നമുക്ക് കണ്ടുപിടിക്കുന്നത് എ ഡി സി, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ബി ഡി എ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതിൽ എ ബി സി ഓക്കെ. എ ബി സി എന്ന് പറയുമ്പോൾ നോക്കിയേ ഇങ്ങനെ എ ബി സി ഇത് കണ്ടുപിടിക്കണം. അതേപോലെ എ ഇ സി കുറച്ച് കാര്യങ്ങൾ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എ ബി ഡയമീറ്റർ അല്ല എ ഡി ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ആംഗിൾ മൊത്തത്തിൽ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ വേറെ കുറച്ച് കണ്ടീഷൻ കൂടെ വന്നിട്ടുണ്ട്. ബി ഡി എന്ന് പറയുന്നത് സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും അറിയോ? ഇങ്ങനെ ഇരിക്കും. അതായത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. ഇതിന്റെ ഇത് ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെ സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് ആണ് അതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും അറിയാമോ? അതിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ റെഗുലർ ഹെക്സാഗണിന്റെ സെൻട്രൽ ആംഗിൾ ഓക്കെ. റെഗുലർ ഹെക്സാഗണിന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്നതിന്റെ ഈ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും അറിയാമോ? ഇത് 60 ആയിരിക്കും. ഇത് 60 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് റെഗുലർ ഹെക്സാഗണിന്റെ സൈഡ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് 60 ആണെങ്കിൽ നോക്കിക്കോ, ഇതും 60 ആയിരിക്കും, ഇതും 60 ആയിരിക്കും. ഓക്കെ, അത് കിട്ടി. അതേപോലെ തന്നെ ഡി സി റെഗുലർ പെന്റഗൺ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം റെഗുലർ പെന്റഗന്റെയും സെൻട്രൽ ആംഗിൾ പഠിച്ചു വെച്ചേക്കണം. റെഗുലർ പെന്റഗന്റെ സെൻട്രൽ ആംഗിൾ പഠിച്ചു വെച്ചേക്കണം. എഴുപത്തിരണ്ടാണ് റെഗുലർ പെന്റഗന്റെ സെൻട്രൽ ആംഗിൾ. റെഗുലർ പെന്റഗൺ എങ്ങനെ ആയിരിക്കുന്നത് അറിയാമോ? ഇങ്ങനെ ആയിരിക്കുന്നത്. ഇങ്ങനെ 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 ഇങ്ങനെ. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ഇത് റെഗുലർ പെന്റഗന്റെ സൈഡ് അല്ലേ? അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? 72 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഇത് 72 ആണെങ്കിൽ നോക്കി ഇതും റേഡിയസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇതിപ്പോ ഐസോസെൽസ് ട്രയാംഗിൾ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? 180 മൈനസ് 72 ചെയ്തിട്ട് അതിന് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ എത്ര? 180 72 പോയി കഴിഞ്ഞാൽ 108. 108ന്റെ പകുതി എത്രയാ? 54. ഇതും 54 ആണ്, ഇതും 54 ആണ്. അപ്പൊ നമുക്ക് രണ്ട് ആംഗിൾ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനകത്ത് ഈ ആംഗിൾ കണ്ടുപിടിക്കണമായിരുന്നു, അത് കിട്ടി. അതേപോലെ തന്നെ പിന്നെ ഏത് ആംഗിളാ? ഈ ആംഗിൾ കണ്ടുപിടിക്കണമെന്ന് അതും കിട്ടി. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. പിന്നെ ഇനിയിപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. ഈ ആംഗിൾ കണ്ടുപിടിക്കും. ആംഗിൾ കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കിയാൽ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. നോക്കിയോളൂ. ചില വലുതാക്കി വരയ്ക്കാൻ നല്ല മനസ്സിലാവുള്ളൂ. ഈ പടം തന്നെ ഒന്നുകൂടെ വരയ്ക്കുക. ഓക്കെ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പേര് എങ്ങനെയാണ്? ഇത് ബി, ഇത് ബി, ഇത് ഡി, ഇത് സി, ഇത് ഇ, ഇത് എ അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ട ഏതൊക്കെ ആംഗിൾ? എ ഡി സി കണ്ടുപിടിക്കണം. എ ഡി സി എന്ന് പറയുമ്പോൾ എന്താ? എ ഡി സി എന്ന് പറയുമ്പോൾ ഡി ആംഗിൾ. ഓക്കെ. പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി എ ഡി എന്ന് പറയുമ്പോൾ ഡി ആംഗിൾ അല്ലേ? പിന്നെ ബി ഡി ഓക്കെ. ബി ഡി എന്ന് പറയുമ്പോൾ ഡി ആംഗിൾ ആണല്ലോ. പിന്നെ ഏതാ? എ സി അല്ലേ? പിന്നെ ഏതാ ആംഗിളാ? എ ബി സി എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഡി ആംഗിൾ. ഓക്കെ. ഓൾറെഡി ഞാൻ പറഞ്ഞു വേണ്ട ഇത് റെഗുലർ ഹെക്സഗന്റെ സൈഡാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും റേഡിയസ് അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എന്താ? എ ഡി സി ബി ഡി എ നമുക്ക് എന്ത് കിട്ടി? 60 കിട്ടി അല്ലേ? ഇനി നോക്കൂ,
ഇത് റെഗുലർ പെന്റഗൺ ആണെന്നാ പറഞ്ഞത്. റെഗുലർ പെന്റഗണിന്റെ സെൻട്രൽ ആംഗിൾ 72 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണം, കാരണം ഇത് റേഡിയസ് ആണ്. അപ്പം ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് 54 54 വെച്ച് വരും. അപ്പൊ നമുക്ക് അതും കിട്ടി. എന്തുവാ? ആംഗിൾ എ ഡി സിയും കിട്ടി. എത്രയാണ്? 54 ആണ്. ഓക്കെ. ഇനി ഈ ട്രയാങ്കിളിനകത്ത് നോക്കിയോ, ഈ ട്രയാങ്കിളിനകത്ത് എന്താ? ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് ഇപ്പൊ ഇവിടെ നോക്കി, ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പം ഈ ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ, ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി എത്ര ഉണ്ട്? 72 60 കൂടും 132 ഉണ്ട്. 132 180 132 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 140 48 കിട്ടും. 48ന്റെ പകുതി 24 ആയിരിക്കും. അതെങ്ങനെ? ഇത് റേഡിയസ്, ഇതും റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഐസോസെലസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ആംഗിൾ എത്ര ആണോ അത് നമ്മൾ എടുക്കുന്നു, അതായത് മൊത്തം 132. അപ്പം ഇതും കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. പക്ഷെ ഇത് രണ്ടും സെയിം ആംഗിൾ ആയിരിക്കത്തില്ല ഐസോസെലസ് ആയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 132 ചെയ്തിട്ട് കിട്ടുന്നത് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ആംഗിൾ കിട്ടും. അങ്ങനെ നമുക്ക് ആംഗിൾ എന്താണ്? എ ബി സി എന്നോ എ ബി സി ആയിരിക്കും നമുക്കിപ്പോ കിട്ടിയത്. ഓക്കെ. ഇത് നമുക്ക് അത് ഞാൻ ചെയ്തയക്കാം. തൽക്കാലം ഇത് ഇവിടെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ് തുടങ്ങാൻ സമയമായി. ചെയ്തയക്കാം. ഇങ്ങനെ നിൽക്കട്ടെ.